ഈ ശബരിമല പാതയിൽ പലയിടത്തും വലിയ തിരക്കുണ്ട്. അതിന്റെ ചില ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മരക്കൂട്ടത്ത് ഭക്തരുടെ തിക്കും തിരക്കുമാണ്. വരി തെറ്റിച്ച് ഭക്തന്മാർ കാട്ടിലൂടെ ചന്ദ്രാനന്ദൻ റോഡിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. സുരക്ഷയ്ക്ക് പോലീസുകാർ കുറവാണ് എന്നൊക്കെയുള്ള ഒരു ആരോപണമാണ്. ആ ദൃശ്യങ്ങൾ നമ്മളുടെ കയ്യിലുണ്ട്, അതൊന്ന് കാണാം. അങ്ങനെ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കണ്ണൻ നായർ നമ്മളടുത്ത് തുടരുന്നുണ്ട്. കണ്ണൻ, എല്ലാ മേഖലയിലും അല്ല, പക്ഷേ ചിലയിടങ്ങളിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഈ പോലീസുകാർ പലയിടത്തും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറവാണ് എന്നൊക്കെ പലയിടങ്ങളിൽ നിന്നും ആരോപണമൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിലായാൽ തന്നെയും ഇങ്ങനെ ഒരു കാര്യങ്ങൾ മുന്നിലേക്ക് വരുമ്പോൾ അത് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉടൻ തന്നെ പരിഹാരവും ഉണ്ടാക്കണമല്ലോ. പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടിട്ടുണ്ട്. കാര്യം ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയും ഒക്കെ തന്നെയുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാട്ടിയത്. അത് രണ്ട് സ്ഥലമാണ്. മരക്കൂട്ടത്താണ് നമ്മൾ പമ്പയിൽ നിന്ന് കയറി വരുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അവിടെ നിന്ന് രണ്ട് പാതയിലൂടെ നമുക്ക് സന്നിധാനത്തേക്ക് കടക്കാൻ സാധിക്കും. ഒന്ന് ശരംകുത്തി പാത, രണ്ടാമത് ചന്ദ്രാനന്ദൻ റോഡ്. ശരംകുത്തി പാതയിലൂടെയാണ് ക്യൂവിൽ ഭക്തന്മാരെ കയറ്റിവിടുന്നത്. അതായത് പമ്പയിൽ നിന്ന് നടന്നു വരുന്ന നീലിമല വഴി നടന്നു വരുന്ന അയ്യപ്പ ഭക്തന്മാരെ നേരെ കയറ്റിവിടുന്നത് ശരംകുത്തി പാതയിലൂടെയാണ്. അവിടെയാണ് ക്യൂ കോംപ്ലക്സ് ഉള്ളത്. അതുവഴി കയറ്റിവിട്ട് തിരക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് അതിലൂടെ ലക്ഷ്യമിടുന്നത്. പക്ഷേ ചന്ദ്രാനന്ദൻ പാതയ്ക്കും ശരംകുത്തിക്കും ഇടയിൽ കാടുണ്ട്. ആ കാട്ടിന്റെ ഇടയിലൂടെ വരി തെറ്റിച്ച് ഭക്തന്മാർ, പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളടക്കമുള്ള ആൾക്കാരുമായി ഭക്തന്മാർ കാട്ടിലൂടെ ഇറങ്ങി ചന്ദ്രാനന്ദൻ റോഡിലേക്ക് എത്തുകയാണ്. ചന്ദ്രാനന്ദൻ റോഡിൽ തിരക്ക് കുറവാണ്. കാര്യം ശബരിമലയിൽ നിന്ന് ദർശനം പൂർത്തിയാക്കി മടങ്ങുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പാതയാക്കിയിട്ടാണ് അതിപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പല ആൾക്കാരും കാട്ടിലൂടെ കടന്ന് ഈ ചന്ദ്രാനന്ദൻ റോഡിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ഇഴജന്തുക്കളുണ്ട്, പാമ്പിന്റെ ശല്യമുണ്ട്, വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടാകും. അതുപോലും പരിഗണിക്കാതെ ഭക്തന്മാർ കടന്നു വരികയാണ്. പക്ഷേ ആ ഭക്തന്മാരെ വരി തെറ്റിക്കുന്ന സമയത്ത് അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങളൊന്നും തന്നെ ആ പ്രദേശത്തില്ല. പമ്പയിലേക്ക് പോയി കഴിഞ്ഞാൽ പമ്പയിലും സ്ഥിതി അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. പമ്പയിൽ വെർച്വൽ ക്യൂ ബുക്കിങ്ങിന്റെ സ്ഥലത്താണ് ബുദ്ധിമുട്ടുകളുള്ളത്. ഇന്നലെ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത സ്ഥലത്ത് ഭക്തന്മാർ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഭക്തന്മാരൊക്കെ തന്നെ അവർക്ക് വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് ലഭ്യമാകാത്തത് മൂലം അവർക്ക് ദർശനം പൂർത്തിയാകില്ല എന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരൊക്കെ തന്നെ വലിയ രീതിയിൽ അവിടെ കുഴഞ്ഞു വീഴുകയും അല്ലെങ്കിൽ അവർക്ക് വെള്ളം കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. വെർച്വൽ ക്യൂ പരിശോധിക്കുന്നത് വളരെ പതുക്കെയാണ്, വളരെ സ്ലോവിലാണ് എന്നുള്ള ഒരു ആരോപണം കൂടി ഇപ്പോൾ ഭക്തരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് അടിയന്തരമായി പരിഹരിക്കണം. അല്ലാത്ത പക്ഷം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ ഏറെയാണ്. പല അയ്യപ്പന്മാരും നമ്മളെ ഫോണിൽ വിളിച്ച് ഒരു തരത്തിലും ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. 3 അടി പോലും മുന്നോട്ട് ഈ വെർച്വൽ ക്യൂ പരിശോധനയിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണ് എന്നാണ് ഭക്തന്മാർ പറയുന്നത്. അത് അവരുടെ പരാതി, അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ ഒരു പരാതിയാണ്. ആ പരാതി പരിഹരിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, ഈ ശരംകുത്തിയിൽ നിന്ന് നേരെ ചന്ദ്രാനന്ദൻ റോഡിലേക്ക് വരിതെറ്റിച്ച് ആൾക്കാർ വരുന്നത് അത് വലിയ പ്രശ്നം തന്നെയാണ്. ഒരു കാരണവശാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ അനുവദിക്കാൻ സാധിക്കില്ല. കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാമ്പും വന്യമൃഗങ്ങളും ഒക്കെയുള്ള കാട്ടിലൂടെ കടന്നാണ് കൊച്ചു കുഞ്ഞുങ്ങളുമായൊക്കെ തന്നെ ഈ ഭക്തന്മാർ എത്തുന്നത്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാനത്തു നിന്നുള്ള അയ്യപ്പന്മാരാണ് അങ്ങനെ വരിതെറ്റിച്ച മുകളിലെ ഈ ചന്ദ്രാനന്ദൻ റോഡിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടി വേണം. വലിയ തിരക്ക് തന്നെയാണ് ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ. മരക്കൂട്ടത്ത് ഭക്തരെ തിരിച്ചുവിടുന്ന സ്ഥലത്ത് വലിയ തിരക്ക് തന്നെയാണ്. ആ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. 1-ാം തീയതിയാണ്, തുടക്കത്തിന്റെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ തന്നെ നമുക്ക് അനുമാനിക്കാം. അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവാം. പക്ഷേ ആ പ്രശ്നങ്ങൾ കൂടി ഒഴിവാക്കിയെങ്കിൽ മാത്രമേ സുഖകരമായിട്ടുള്ള ഒരു ദർശനം സന്നിധാനത്ത് അയ്യപ്പന്മാർക്ക് സാധ്യമാവുകയുള്ളൂ. തീർച്ചയായും കണ്ണൻ നായരാണ് സന്നിധാനത്ത് നിന്നും ആ വിവരങ്ങളൊക്കെ നൽകിയത്. അപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ലാതെ ഒരു മണ്ഡലകാലം പൂർത്തിയാക്കുക, അതിന്റെ കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുക, ഒരു പരാതിയും ഇല്ലാതെ തന്നെ ഈ തീർത്ഥാടന കാലവും മുന്നിലേക്ക് പോവുക, അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഒരുക്കേണ്ടത്. അപ്പോൾ തുടക്കത്തിൽ ചെറിയ രീതിയിലുള്ള പരാതികളൊക്കെ ഈ രീതിയിൽ വരുന്നുണ്ട്. പലരും കണ്ണൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഫോണിലൊക്കെ വിളിച്ച് പരാതികളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതെല്ലാം കൃത്യമായി പരിഹരിക്കപ്പെട്ട് തന്നെ മുന്നിലേക്ക് പോവുക.